എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 2026 ഫെബ്രുവരി 25 ബുധനാഴ്ച. അങ്ങനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ആഗോളതലത്തിൽ നിന്നുള്ള പോസിറ്റീവ് സൂചനകളാണ്. അതുപോലെ എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ US ടെക് സ്റ്റോക്കുകളിലെ റിക്കവറിയുടെയും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റും ഇന്ന് രാവിലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്തത്. എന്നിരുന്നാലും US പ്രസിഡന്റിൻ്റെ പുതുക്കിയ താരിഫ് കേന്ദ്രീകൃത അഭിപ്രായങ്ങൾ ഗ്ലോബൽ ട്രേഡിംഗ് ആശങ്കകളെ വീണ്ടും കൂട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു മൊമെൻറ്റം കുറഞ്ഞുപോയി. ഭാവിയിൽ US ഇറാൻ സംഭവവികാസങ്ങൾ പോലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, അതുപോലെ AI താരിഫ് സംബന്ധിയായ ന്യൂസുകൾ, ഇതെല്ലാം സമീപഭാവിയിൽ ഡയറക്ഷൻ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവയ്ക്കും. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസും അതുപോലെ SBIN ഇവ രണ്ടും ഏകദേശം 2% ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. എന്നിട്ടും മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനുള്ള പ്രധാന കാരണം മെറ്റൽ അതുപോലെ IT സ്റ്റോക്കുകളിൽ ഇന്ന് വിപരീതമായി പോസിറ്റീവിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നഷ്ടം പരിമിതപ്പെടുത്തിയത്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ 57 പോയിന്റ് പോസിറ്റീവിലാണ്, 25,482 എത്തി നിൽക്കുന്നു. അതുപോലെ സെൻസെക്സ് കേവലം 50 പോയിന്റ് പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 82,276. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, സ്ലൈറ്റ്ലി റെഡിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാം. 4 പോയിന്റ് നെഗറ്റീവിൽ 61,043 ക്ലോസ് ചെയ്തു. എന്നാൽ ഇന്നലത്തെ പോലെ ബ്രോഡർ മാർക്കറ്റ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളേക്കാൾ നേരിയ തോതിൽ പ്രകടനം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് 0.58%, സ്മോൾ ക്യാപ്പ് 0.96% ഇന്ന് പോസിറ്റീവിലാണ്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. തുടർന്ന് നിഫ്റ്റി ഫാർമ, IT എന്നിവയും തൊട്ട് പിന്നാലെ എത്തി. അതേസമയം ഇത്ര ദിവസം നിഫ്റ്റി PSU ബാങ്കാണ് പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഇത് ഇന്ന് അണ്ടർ പെർഫോമൻസിലായി, ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടു. ഇന്ന് നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 13 റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ, 2.12%. തൊട്ട് പിന്നാലെ SBIയും 1.19%. തുടർന്ന് അദാനി പോർട്സ്, എറ്റേണൽ, ഭാരതി എയർടെൽ എന്നിവ 1.5% മുതൽ 2% വരെ ഇടിഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് HCL ടെക്നോളജീസ് ആണ്, 2.91%. തുടർന്ന് ബജാജ് ആട്ടോ, ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ് എന്നിങ്ങനെ 2.23% മുതൽ 2.75% വരെ പോസിറ്റീവിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഒരു കൺസോളിഡേഷൻ ബാൻഡിനുള്ളിൽ ട്രേഡിംഗ് തുടരുകയാണ്. പോസിറ്റീവ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നിട്ടും സ്ലൈറ്റ്ലി ഫാൾ സെൻറ്റിമെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. 25,400 എന്നുള്ള ഈ ഒരു ലെവൽ സ്ട്രക്ചറൽ വൈസ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം 50 ഡേയിലെയും അതുപോലെ 100 ഡേയിലെയും EMAകളുമായിട്ട് യോജിക്കുന്നുമുണ്ട്. അതേസമയം 50 ഡേ EMA അതുപോലെ 100 ഡേ EMAകളുമായി കണക്ട് ചെയ്തിരിക്കുന്ന 25,600, 25,650 ഈ 2 ലെവലുകൾ അപ്സൈഡിലേക്ക് പോകുന്ന ഓരോ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ക്ലസ്റ്ററായിട്ട് തുടരുന്നുണ്ട്. അതേസമയം 25,300 താഴെയുള്ള ഒരു ഡിസൈസീവ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ നടക്കുകയാണെങ്കിൽ 25,250, 25,150 സെല്ലിംഗ് പ്രഷർ കൂട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം ഷോർട്ട് കവറിംഗ് ചെയ്യുന്നതിനും 25,800 അതുപോലെ 26,000 ഈ ഒരു സോണിലേക്ക് എത്തുന്നതിന് ഒരു സസ്റ്റൈനബിൾ ബ്രേക്കൗട്ട് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ സൈലൻ്റായി തുടരുന്നു.
ഇന്നലെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. 25,550 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഓപ്പൺ ചെയ്തത്. എന്നിരുന്നാലും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ട്രേഡർമാർ എടുത്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 80 പോയിൻറ്റിൻ്റെ റാലി ഇന്ന് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ലെവൽ തന്നെ 25,650 എന്നുള്ള സോണിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ സപ്പോർട്ടായിട്ട് 25,420. ഓക്കെ, ഈ നിഫ്റ്റിയിൽ 25,650 റെസിസ്റ്റൻസും 25,420 സപ്പോർട്ടുമായിട്ട് നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നും എൻട്രി ലഭിച്ചിട്ടില്ല. സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നാളേക്ക് നമുക്ക് മാറ്റം വരുത്തേണ്ടതില്ല. ഇത് തന്നെ നാളെയും കണ്ടിന്യൂ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.